നമസ്കാരം, ആർക്കിടെക്ചർ റിപ്പയർ കൊച്ചി റിനോവേഷൻ മാത്രമേ ചെയ്യുള്ളൂ. ഇത് സ്ഥിരമായിട്ട് കേൾക്കാറുള്ള ഒരു ചോദ്യമാണ്. അങ്ങനെയില്ല, ഇതൊരു ഫ്ലാറ്റിന്റെ കംപ്ലീഷൻ ആക്ടിവിറ്റിയാണ്. ഒരു ബിൽഡറുടെ കയ്യിൽ നിന്ന് ഒരാള് ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുന്നു. അപ്പൊ അതിനകത്ത് കുറേയേറെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ടൈൽസ് എല്ലാം സ്റ്റാൻഡേർഡ് ആയിരിക്കും, പ്ലംബിംഗ് ഐറ്റംസ് ഒക്കെ സ്റ്റാൻഡേർഡ് ആയിരിക്കും. അപ്പൊ അതൊന്നും മാറ്റിയിട്ട് കസ്റ്റമർക്ക് ഒരു യൂണീക്നെസ് കൊണ്ടുവരണം. എന്ന് പറഞ്ഞാൽ ടൈൽസിനൊക്കെ അവർക്ക് കസ്റ്റമൈസ് ചെയ്ത സെലക്ഷൻസ് വേണം. നമ്മുടെ കേസിലാണെങ്കിൽ മൊറോക്കൻ ടൈൽസ് വേണമെന്നും നാനോ വൈറ്റ് കൗണ്ടർ ടോപ്സ് വേണമെന്നും ഒക്കെ കസ്റ്റമർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ ഫ്ലോർ ടൈൽസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 4x2 ടൈൽസിന് പകരം കുറച്ചും കൂടി വലിയ ടൈൽസ് വേണമെന്നുള്ള ആഗ്രഹം കസ്റ്റമർക്ക് ഉണ്ടായിരുന്നു. കിച്ചൺ സിങ്ക് ടാപ്പ് ഇത്തരം കാര്യങ്ങളെല്ലാം കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണീക്നെസ് വേണമെന്നുണ്ടായിരുന്നു. അതും അതിന്റെ ഒപ്പം തന്നെ ഇന്റീരിയേഴ്സും കൂടി നമ്മളെ കൊണ്ട് ഡിസൈൻ ചെയ്യിച്ചു. അതനുസരിച്ചിട്ട് എക്സിക്യൂഷൻ ചെയ്തു. ഇന്റീരിയറിന്റെ എക്സിക്യൂഷനിൽ കുറെ ചലഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം കസ്റ്റമർ നാട്ടിൽ ഇല്ലായിരുന്നു. ജസ്റ്റ് മെറ്റീരിയൽ സെലക്ഷൻ, ആ ഒരു ടച്ച് ആൻഡ് ഫീൽ വേണമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളുടെ കസ്റ്റമർ നാട്ടിൽ വന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവനും നമ്മളുടെ ടീം തന്നെ ഗൂഗിൾ മീറ്റ് വഴിയും അല്ലാതെയും തുടർച്ചയായി കസ്റ്റമറായിട്ടുള്ള ഒരു ടച്ച് പോയിന്റ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തത്. അതിന്റെ വിശദ വിവരങ്ങൾ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ടീം റിപ്പയർ കൊച്ചിയുടെ ഇന്റീരിയർ ഡിവിഷന്റെ GM ആയിട്ടുള്ള ദേവികയുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ പാൾ സീലിംഗിന് പകരം ഹൈലൈറ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പാനലിങ്സും സ്ട്രിപ്പ് ലൈറ്റ്സും ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാൾ സീലിംഗ് ചെയ്യാതെ നമ്മൾ SST സീലിംഗിൽ തന്നെയാണ് വർക്ക്സ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ ഒരു ചെറിയ കിച്ചൺ ആയതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പ്രൈമറി ലേഔട്ട് അനുസരിച്ച് ഫ്രിഡ്ജിന്റെ പൊസിഷൻ ഈ സൈഡിലായിരുന്നു. ഇവിടെയായിരുന്നു ഫ്രിഡ്ജ് വരേണ്ടിയിരുന്നത്. നമ്മൾ വാക്ക് വേ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിന് നമ്മൾ ഈ സൈഡിലും ഇപ്പുറത്തെ സൈഡിൽ ഒരു ടോൾ യൂണിറ്റ് ആയിട്ട് കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വാൾ ടൈൽസ് ആയിട്ട് മൊറോക്കൻ ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് കളേർഡ് എലമെന്റ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ ഓവർ ഹെഡ് ക്യാബിനറ്റ്സിനും ബോട്ടം ക്യാബിനറ്റ്സിനും സെയിം കളറാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റവിന്റെ താഴെയായിട്ട് ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട്, കട്ട്ലറി ട്രേ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുവാണെങ്കിൽ ബോട്ടിൽ പുൾ ഔട്ടും ഡ്രോയേഴ്സും കൊടുത്തിട്ടുണ്ട്. ബിൽഡേഴ്സിന്റെ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റും വാഷ് ബേസിനും ടാപ്പും ഒക്കെ വേറെ മോഡലായിരുന്നു. കസ്റ്റമേഴ്സിന്റെ താല്പര്യം അനുസരിച്ച് നമ്മൾ അത് ചേഞ്ച് ചെയ്ത് നാനോ വൈറ്റ് ടോപ്പും ബ്ലാക്ക് കോട്സ് സിങ്കും ഡിസൈനർ ടാപ്പും ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ക്ലീൻ ചെയ്ത വെസൽസ് ഈസി ആക്സസ് ആയിട്ട് അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ടോപ്പിലായിട്ട് നമ്മളൊരു GTPT പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ടോൾ യൂണിറ്റിൽ ബോട്ടം പോർഷൻ നമ്മൾ ഡിഷ് വാഷർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനും ടോപ്പിൽ 2 ഓപ്പൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന ക്യാബിനറ്റ്സ് മൈക്രോവേവും ഓവനും പോലെയുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാനായിട്ട് പ്ലഗ് പോയിന്റ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കുക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യാനായിട്ട് ഒരു വർക്ക് സ്റ്റേഷൻ ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ മാക്സിമം കിട്ടുന്ന സ്റ്റോറേജ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഫുൾ ഹൈറ്റ് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായി കൊടുത്ത് അതൊരു അഭംഗിയാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ചെറിയൊരു ഓപ്പണിങ്ങും അതിൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു വലിയ ഡോർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പർപ്പസ് എന്താ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ക്ലീനിങ് അതിന് യൂസ് ചെയ്യുന്ന ചൂല് പോലത്തെ ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ ഒരു വലിയ ക്യാബിനറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കൂടുതൽ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സ്ലൈഡിംഗ് ഡോർസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സ്ലൈഡിംഗ് ചാനൽ നമ്മൾ മുകളിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പൊടി വീണിട്ടുണ്ടാവുന്ന ഇഷ്യൂസ് ഒന്നും നമുക്ക് ഭാവിയിൽ വരുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മളിവിടെ ഈ വാർഡ്രോബിന്റെ ഉള്ളിൽ നമ്മളൊരു മേക്കപ്പ് ഏരിയ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് അതിന്റെ ഡോർസ് വരുന്നത്. ഇതിന്റെ ഉള്ളിൽ നമ്മൾ തട്ടുകളും ഒരു സ്റ്റോറേജ് സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.